എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ് കൂട്ടുകാരെ. ഞാൻ ഇന്ന് എല്ലാ ദിവസത്തെയും പോലെ ജോലിക്കൊക്കെ പോയി. ഇന്ന് കുറച്ച് നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു. ഇന്ന് ചില കുടിശ്ശികയൊക്കെ നമുക്കിന്ന് അടവ് വന്നു. അതിൻ്റെയൊക്കെ ഒരു സന്തോഷം. ഈ സഹകരണ ബാങ്കിലൊക്കെ വന്ന് ലോണൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഈ ആളുകൾ അടയ്ക്കാൻ വലിയ മടിയാണ്. അവരുടെ പവറും പത്രാസും എന്നൊക്കെ പറയുന്നത് വളരെ ഹൈ ലെവലാണ്. ഇവരുടെയൊക്കെ വീട്, ഇവരുടെയൊക്കെ ചുറ്റുപാടും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാണ്. പക്ഷേ ഇവർ ഈ പൈസ എടുത്തുകൊണ്ട് പോയി ഇവർക്ക് അടയ്ക്കാൻ വലിയ മടിയാണ്. ഇവർ പൈസ അടയ്ക്കാത്തത് മൂലം അനുഭവിക്കുന്നത് പാവപ്പെട്ട സഫർ ചെയ്യുന്നത് അവിടുത്തെ സ്റ്റാഫുകളും അവിടുത്തെ അധികൃതരും ഒക്കെയാണ്. എത്ര പറഞ്ഞാൽ ഇവർ അടയ്ക്കാൻ തയ്യാറല്ല. ഇവർക്ക് അന്നേരത്തെ കാര്യം സാധിക്കണം, പിന്നെ ഇവർ തിരിഞ്ഞു നോക്കത്തില്ല, ഇവരടയ്ക്കാനും വരത്തില്ല. ഇത് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബാങ്കുകളുടെയൊക്കെ ചില ബുദ്ധിമുട്ടുകളാണ്. എന്താണോ എന്തോ ഈ ആളുകൾ ഇങ്ങനെ, അവർക്കൊരു അഭിമാനമില്ല, അവരത് കീപ്പ് ചെയ്യുന്നില്ല. അവരെല്ലാം ഹൈ ലെവൽ ഹൈ ക്ലാസ് ആളുകൾ, പക്ഷേ ഇവരൊന്നും അടയ്ക്കാൻ തയ്യാറല്ല. അത് നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു പൈസ ആർക്കെങ്കിലും ഒരു രൂപ കൊടുക്കാണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്കത് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ആരുടെയിൽ നിന്ന് വാങ്ങിക്കാറുമില്ല, നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാറുമില്ല. പക്ഷേ ഇവരൊക്കെ വന്ന് പൈസയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഇവരെ അടയ്ക്കത്തില്ല. ഇവരെയൊക്കെ സംസാരവും പെരുമാറ്റവും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റത്തതാണ്, വലിയ ജന്മിമാരുടെ കണക്കാണ്. പക്ഷേ വെറും ഇതാണ്, അവരെ അടയ്ക്കാൻ അവരൊട്ടും തയ്യാറല്ല. സഫർ ചെയ്യുന്നത് പാവപ്പെട്ട സ്റ്റാഫുകൾ, അതുപോലെ തന്നെ അതിൻ്റെ അധികാരികളുമൊക്കെയാണ് കിടന്നനുഭവിക്കുന്നത്. ഇതൊരിടത്തെ മാത്രം കാര്യമല്ല, ഇപ്പോൾ നിലവിൽ ബാങ്കുകളിലെ സ്ഥിതിഗതികളാണ് ഈ പറയുന്നത്. നമ്മൾ ഒരു കാര്യം പഠിക്കണം എപ്പോഴും. നമ്മൾ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ജീവിക്കാൻ പഠിക്കണം. പണം ആർക്ക് വേണേലും എപ്പം വേണേലും ഉണ്ടാകും, അത് പോകാനും അധിക സമയം വേണ്ട. ഈ മറ്റുള്ളവരെ ഒരു സ്ഥാപനമൊക്കെ ഉണ്ടാക്കി അതിങ്ങനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തോരം കഷ്ടപ്പാട് അതിൻ്റെ പിന്നിൽ എഫേർട്ട് ഉണ്ടെന്നറിയാമോ? ഇതൊന്നും മനസ്സിലാക്കാതെ അവരുടെ ആവശ്യങ്ങൾ മാത്രം സാധിക്കാനായിട്ട് വന്നിട്ട് പിന്നെ ഇവർ തിരിഞ്ഞു നോക്കത്തില്ല. പിന്നെ ഇവർ വിളിച്ചാൽ എടുക്കത്തില്ല, ഫോൺ വിളിച്ചാലും എടുക്കത്തില്ല, കത്തയച്ചാലും റെസ്പോണ്ട് ചെയ്യത്തില്ല. ഇവർ പിന്നെ നമ്മൾ കുറ്റക്കാർ. അവർ പൈസ എടുത്തുകൊണ്ട് പോയി സുഖിച്ചിട്ട് നമ്മൾ കുറ്റക്കാർ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ, ബാങ്കുകളുടെ അവസ്ഥ. സഹകരണ ബാങ്കുകൾ എല്ലാവരും ഇപ്പം വളരെയധികം പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നത്. അവിടുത്തെ സ്റ്റാഫുകൾക്കും ഇപ്പോൾ ഉള്ള ആളുകൾക്കും അറിയാമെന്നും പത്രങ്ങളിലൊക്കെ വാർത്തകൾ വരുന്നില്ലേ. എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു കുഞ്ഞ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതങ്ങ് ഊതിപ്പെരിപ്പിച്ച് ചാനലുകളെല്ലാം ഭയങ്കര പ്രശ്നത്തിലാക്കി എല്ലായിടത്തും അങ്ങ് പ്രചരണം കൊടുത്ത് അങ്ങ് നല്ല സ്മൂത്തായിട്ട് നടന്നു പോകുന്ന സ്ഥലങ്ങളെയെല്ലാം അങ്ങ് തകർത്ത് തരിപ്പണമാക്കുക. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും നമ്മൾ എടുത്ത് നോക്കുമ്പം ഇത് കാണാൻ ഭയങ്കര ആവശ്യമില്ലാത്ത റെസ്ട്രിക്ഷൻസും നടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള കുഴപ്പിക്കലുമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു നല്ല ഒരിതും ഇപ്പോൾ വരുന്നില്ല. നിലനിൽപ്പ് അവതാളത്തിലാക്കുന്ന രീതിയിലാണ് ഉദ്യോഗസ്ഥരും എല്ലാവരും പെരുമാറുന്നത്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതൊക്കെ വലിയ ദുഃഖം കൊണ്ടാണ് ഈ പറയുന്നത്. പ്രശ്നങ്ങളെല്ലാ മേഖലയിലും ഉണ്ട്, പ്രതിസന്ധികൾ എല്ലായിടത്തും ഉണ്ടെങ്കിലും ഇത് നമുക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. ഈ ലോണൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് അടയ്ക്കാതിരിക്കുക എന്ന് പറയുന്നത്. അവർ മാക്സിമം എത്രയും ഉയർന്ന ജന്മിമാരും വലിയ പ്രമാണികളെന്നൊക്കെ അങ്ങ് സ്വയം മതിമറന്ന് പറയുന്നവരും ഇതൊന്നും അടയ്ക്കാൻ തയ്യാറല്ല. അവർക്ക് അന്നേരം അവരുടെ ആവശ്യം നടക്കാൻ വേണ്ടി വന്ന് ക്യാഷും എടുത്തുകൊണ്ട് പോകും. പിന്നെ വിളിക്കുമ്പം നമ്മൾ കുറ്റക്കാർ, അവർ വലിയ കേമന്മാർ. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാശ് കൈ കിട്ടിയാൽ പിന്നെ ഇവരുടെ രീതികളും സ്വഭാവങ്ങളും ഒക്കെ അങ്ങ് മാറും. ഇപ്പോഴത്തെ ഒരു അവസ്ഥകളാണ് ഈ പറയുന്നത്. പല സ്ഥലങ്ങളിലും അങ്ങനെയാണ്. എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതങ്ങ് കുത്തിപ്പൊക്കി അവരെ ഉയർന്ന രീതിയിൽ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെ വരെ തകർക്കുക എന്നുള്ള ഒരു പ്രവണതയാണ് ഇപ്പോൾ ഈ അടുത്ത സമയങ്ങളിൽ കണ്ടുവരുന്നത്. ഇത് കഷ്ടപ്പെട്ട് പിന്നെ ഉന്തിത്തള്ളി എന്തോരം പാടുപെട്ടാണെന്നറിയാമോ? അങ്ങനെ തകർത്ത സ്ഥാപനങ്ങളായാലും എല്ലാം പിന്നെ മുന്നോട്ട് പോകണമെങ്കിൽ കഷ്ടപ്പാടാണ്. ഇത് ഒരിടത്ത് മാത്രമല്ല, എല്ലായിടത്തും ഇപ്പോൾ ഇങ്ങനെയാണ്. എല്ലാം തകർക്കാൻ എങ്ങനെ പറ്റുമെന്നുള്ളതാണ്. ഇത് ഇപ്പോൾ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളിൽ
റോഡ് ഇങ്ങനെ കിടന്ന് നട്ടം തിരിയുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ അടുത്ത പുതിയ പ്രോബ്ലങ്ങൾ വന്ന് ഇട്ടുള്ളത്. യുദ്ധം എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. കാരണം 1947 മുമ്പ് നമ്മളിവിടെ മറ്റുള്ള രാജ്യക്കാരൊക്കെ വന്ന് ഇവിടെ കിടന്ന് ആധിപത്യം നടത്തിയിട്ട് എങ്ങനെയെങ്കിലും അവരെയൊക്കെ പറഞ്ഞ് പാക്ക് ചെയ്ത് വിട്ടതേ ഉള്ളൂ. പിന്നെ എന്തോരം കഷ്ടപ്പെട്ടാണ് ഇന്നത്തെ ഈ രീതിയിൽ നമ്മൾ ആയി വന്നത്. ഇനി ഒരു നല്ല സാമ്പത്തിക രംഗത്ത് എല്ലാ മേഖലയിലും ഇത്രയും നേട്ടങ്ങളെല്ലാം കൈവരിച്ച് നമ്മുടെ രാജ്യം ഇങ്ങനെ മുന്നേറി പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ പ്രശ്നം നമ്മൾ വെറുതെ ഇരുന്ന് സമാധാനത്തോടെ ഇരുന്നാലും മറ്റുള്ളവർ നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പം നമ്മൾ തിരിച്ചടിച്ചെങ്കിലേ പറ്റൂ. അതിന് അങ്ങനെ ചെയ്യേണ്ടി വരുന്നു, അത് ചെയ്തെങ്കിലേ പറ്റൂ. ഇപ്പോൾ നമ്മൾ തിരിച്ചടിച്ചു, നമുക്ക് പണി കിട്ടി, നമ്മളത് തിരിച്ച് നമ്മൾ കൊടുത്തു. അത് ഓക്കെ. അതുകൊണ്ട് ഇനി ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളും എല്ലാം ഇടപെട്ട് ഇതില്ലാതാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അവർ നമ്മുടെ രണ്ട് രാജ്യങ്ങളും കൂടെ ചർച്ച ചെയ്തും ഈ സംഘടനയും പിന്നെ അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളും വലിയ രാജ്യങ്ങളൊക്കെ ഇതിനകത്ത് ഇടപെട്ട് ഇതങ്ങ് സോൾവ് ആക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സോൾവ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകണം. നമ്മുടെ ആളുകൾ, നമ്മുടെ നാടിന്, നമ്മുടെ അയൽക്കാർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ എല്ലാ ആളുകളും ഇങ്ങനെ ഹാപ്പിയായിട്ട് ഒരുമിച്ച് ഇങ്ങനെ സാഹോദര്യത്തോടു കൂടി മുന്നോട്ട് ജീവിച്ച് പോകുന്നതല്ലേ നമുക്ക് നല്ലത്. അല്ലാതെ യുദ്ധവും പിന്നെയും നമ്മുടെ നാട് കുഴപ്പത്തിലാകുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരിക്കലും ഇതിനകത്ത് പെട്ടുപോയാൽ പിന്നെ ഇത് നേരെയായി വരുന്നതിന് എത്രയെങ്കിലും വർഷങ്ങളെടുക്കുക. എത്ര ആളുകളുടെ വിയർപ്പിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യവും. ഇതെല്ലാം നമ്മളിങ്ങനെ ഇപ്പം നല്ലതുപോലെ ജീവിക്കുന്നു, ജോലി ചെയ്യുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നു. ഇതെല്ലാം ദൈവം തന്ന നമ്മുടെ ഭാഗ്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുക. ഇനി പ്രാർത്ഥന കൊണ്ട് മാത്രമേ പറ്റൂ. രണ്ട് രാജ്യങ്ങൾ സമാധാനമായിട്ടിരിക്കട്ടെ, പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധത്തിൻ്റെ കെടുതികൾ എല്ലാവർക്കും അറിയാമല്ലോ. ഓരോ ലോകമഹായുദ്ധങ്ങളെ പറ്റിയെല്ലാം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ അനുഭവിക്കുമ്പം അത് വായിക്കുന്നതിനെക്കാട്ടിൽ 10 ഇരട്ടി അതിൻ്റെ അവസ്ഥ എത്ര ഭയാനകമാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക. യുദ്ധം ഒരെണ്ണം ഉണ്ടാകാതിരിക്കട്ടെ, രണ്ട് രാജ്യവും സമാധാനത്തിൽ പോകട്ടെ എന്ന്. ഈ വെടിവയ്പ്പും ഈ യുദ്ധവും ഈ ബോംബിടിയിലും എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നിമിഷം കൊണ്ടാണ് ഇല്ലാതാവുന്നത്. ഇങ്ങനെ നല്ല സന്തോഷത്തോടു കൂടിയിരിക്കുന്ന നമ്മൾ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാവുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ കുടുംബക്കാർക്കുണ്ടാകുന്ന വേദന, നമ്മൾ അനുഭവിക്കുന്ന വേദന. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കൊണ്ട് മാത്രമേ നേടാൻ പറ്റൂ. എനിക്കിപ്പോൾ ഓരോയിടത്തുള്ള ബുദ്ധിമുട്ടുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ആളുകൾ ലോൺ എടുത്തുകൊണ്ട് പോയാൽ ഇവരെ അടയ്ക്കത്തില്ല. അതാണൊരു പ്രോബ്ലം. ലോൺ എടുത്താൽ കൃത്യമായിട്ട് അടയ്ക്കുന്നത് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അവർക്ക് മാത്രമേ ഉള്ളൂ ഒരു മനസാക്ഷി. എന്ന് വെച്ചാൽ ഒരു സ്ഥാപനം നല്ലതുപോലെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകളെല്ലാം നെഗറ്റീവ് തിങ്കിങ് ഉള്ള ടീമുകളാണ്. പിന്നിൽ നിന്ന് എന്തൊക്കെ നമുക്ക് ദോഷം ചെയ്ത് തരാൻ പറ്റുമോ ഒക്കെ അങ്ങനെയെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന മനസ്സുള്ളവരാണ്. അപ്പം നിലനിൽപ്പ് ഇന്നത്തെ ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, സർവൈവൽ ഓഫ് ദ എക്സിസ്റ്റൻസ് ഭയങ്കര പാടാണ് ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. എല്ലാ ദിവസവും ഒരു പ്രാർത്ഥന കൊണ്ടാണ് ഇങ്ങനെ എല്ലാം നമ്മൾ മുന്നോട്ട് പോകുന്നത്. പ്രാർത്ഥന കൊണ്ടേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റുമെന്ന് ഞാൻ അനുഭവം കൊണ്ടാണ് ഇപ്പോൾ പഠിച്ചത്. അങ്ങനെ ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലാതെ പോകുന്നത് പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. അപ്പോൾ യുദ്ധമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഐക്യരാഷ്ട്ര സംഘടനയും മറ്റ് രാജ്യങ്ങളും എല്ലാം ഇടപെട്ട് രണ്ട് രാജ്യങ്ങളും കൂടി സമാധാനത്തോടെ സൗഹാർദ്ദത്തോടു കൂടി ഇരുന്ന് ചർച്ച നടത്തി ഇതങ്ങ് ഇല്ലാതാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ബോംബിടിയിലും ഉണ്ടാകാതിരിക്കട്ടെ, ഒരു മിസൈലിടിയിലും ഉണ്ടാകാതിരിക്കട്ടെ. നമ്മുടെ ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാം നമ്മളോടൊപ്പം ഉണ്ടാവട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും സ്നേഹത്തോടെ ഇരിക്കുക. ഇന്നിരുന്ന് ഞാൻ ഈ സംസാരിക്കുന്ന ഈ നിമിഷമാണ് എനിക്കിന്ന് സ്വന്തം എന്നെല്ലാവരും മനസ്സിലാക്കുക കൂട്ടുകാരെ.
സ്നേഹിക്കുക, എല്ലാ കൂട്ടുകാർക്കും വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയുന്നെങ്കിലും ഞാൻ ഒരു ലൈവ് വരുന്നതായിരിക്കും. കുറച്ച് കൂട്ടുകാരൊക്കെ എൻ്റെ ലൈവ് കാണുന്നുണ്ട്. ഓക്കേ.